ഹലോ നമസ്കാരം. എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ സഞ്ചാരികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഒരു കാര്യം, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന, ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും വീഡിയോസ് നമ്മളെ കണ്ടൻറ്റിലുണ്ടാവും. ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ മോട്ടിവേഷൻ. ഞാൻ മോട്ടിവേഷൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരാളും രക്ഷപ്പെടണമെന്നില്ല, പക്ഷേ നമ്മുടെ ഏതെങ്കിലും ഒരു വാക്ക് ഒരുത്തനെ രക്ഷപ്പെടുത്തിയേക്കാം. അതുകൊണ്ടാണ് നമ്മൾ ചാനലിലൂടെ ഓരോ ദിവസവും ഓരോ കണ്ടൻറ്റ് വെച്ചിട്ട് നമ്മൾ വിടുന്നത്. കഴിഞ്ഞ 2 ദിവസവും നമ്മൾ സക്സസ്സിനെ പറ്റി, ഇച്ഛാശക്തിയെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. എഡിസൻ്റെ പാർട്ട്ണറുടെ കഥ ഞാൻ പറഞ്ഞു തന്നു. അതിൽ നമുക്കിടയിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കുറേ പരിശ്രമിക്കും, എന്നിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോരും. അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്തും രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾ എന്നും ഒരുത്തൻ്റെ അണ്ടറിൽ കീഴിൽ അടിമയെപ്പോലെ ജോലി ചെയ്യുക, വീട്ടിലേക്ക് വരിക, ഉള്ളതുകൊണ്ട് ഒതുങ്ങി ജീവിക്കാനേ അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റുള്ളൂ. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് അതിയായി ഒരുവൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും മിലിറ്ററിയിൽ ചേരാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കണം. അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ സ്റ്റൈല്, അവൻ്റെ ജീവിത ശൈലി, അവൻ്റെ ഫുഡിങ്, അവൻ്റെ എൻ്റർടൈൻമെൻറ്റ് ടൈമിങ്, ഇതെല്ലാം അവൻ മാറ്റി വെച്ചിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവനെന്ത് ചെയ്യും? മാക്സിമം എഫേർട്ട് എടുക്കും. അതിൽ 100% എഫേർട്ട് എടുക്കുന്ന ആളുകൾ ബിക്കം എ മിലിറ്ററി ഓഫീസർ. പക്ഷേ ജീവിതത്തിൽ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരുപാട് തവണ ഇവൻ പുലർച്ചെ 3 മണിക്കും 4 മണിക്കൊക്കെ എണീറ്റ് 10-15 കിലോമീറ്ററുകൾ ഓടി അവൻ്റെ സ്റ്റാമിന ഡെവലപ്പ് ചെയ്ത് അവൻ പുഷപ്പ്, പുള്ളപ്പ്, ജിമ്മിൽ പോകുന്നു. ജിം ട്രെയിനർ പറയുന്നത് പോലത്തെ അവൻ്റെ ഫുഡ് മെനു അവനക്കൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നല്ല സമയത്ത് നമ്മൾ കഴിച്ചിരുന്നത് പോലെയുള്ള ഭക്ഷണങ്ങൾ അവനക്ക് കഴിക്കാൻ പറ്റൂല. നമ്മൾ ഉറങ്ങുന്നത് പോലെ അവനക്ക് ഉറങ്ങാൻ പറ്റൂല. നമ്മൾ ഉടുക്കുന്നത് പോലെ അവനക്ക് ഉടുക്കാൻ പറ്റില്ല. നമ്മൾ മുടി വെട്ടുന്നത് പോലെ നമ്മളെ സ്റ്റൈലിൽ അവനക്ക് മുടി വെട്ടാൻ പറ്റില്ല. കാരണം അവൻ്റെ ഉള്ളിലെ ആഗ്രഹം അവനക്കൊരു മിലിറ്ററി ഓഫീസർ ആവുക എന്നുള്ളതാണ്. പക്ഷേ 100 പേര് അതിനെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 85 ആളുകളും അതിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാറ്. എന്നുവെച്ചാൽ പരിശ്രമിച്ച് മടുത്ത് ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മടുപ്പ്, ബാക്കിലോട്ടുള്ളൊരു വലിവ്, ആ സാധനം നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എത്ര കഠിന പ്രയത്നം ചെയ്തിട്ടും കാര്യമില്ല. അവസാന നിമിഷം കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കലമുടക്കും. അന്തിയോളം വെള്ളം കോരി അവസാനം കലമുടക്കുക എന്ന കാരണവന്മാർ പറയുന്നത് പോലെ നമ്മൾ അതിനു വേണ്ടി ബാക്ക് ലൈഫ് ഒരുപാട് നമ്മളെ എൻ്റർടൈൻമെൻറ്റൊക്കെ ഒഴിവാക്കി ഇതിനു വേണ്ടി വരും. ലാസ്റ്റ് മൂമെൻറ്റിൽ മതി, എനിക്കത് നേടാൻ പറ്റൂല എന്നുള്ള ആ ഒരു സാധനം മനസ്സിൽ വരും. പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ജീവിതത്തിൽ ഇത് നേടിയിട്ടേ ഞാൻ പുറകോട്ടുള്ളൂ എന്ന് പറയുന്ന 15 ആളുകളുണ്ടാവും 100. ആ 15 ആളുകൾ മിലിറ്ററി ഓഫീസറായിട്ട് തിരിച്ചു വരും. ഇതിനാസ്പദമാക്കിയിട്ടൊരു കഥ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, അങ്ങ് അമേരിക്കയിൽ, സാങ്കല്പിക കഥയാണോ റിയാലിറ്റി ആണോ എന്ന് എനിക്കറിയില്ല, ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. അങ്ങ് അമേരിക്കയിൽ ഒരു സ്ഥലത്ത് സ്വർണ്ണ ഖനിയുണ്ട് എന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ കഥയുടെ തുടക്കം തന്നെ എങ്ങനെയാണ്? 3 അടി അകലെ ഉപേക്ഷിച്ച ദൗത്യം. എന്നുവെച്ചാൽ 3 അടിക്കിപ്പുറം അവൻ്റെ ആ ലക്ഷ്യം അവൻ അവസാനിപ്പിച്ചു. അങ്ങനെ ഈ സ്വർണ്ണ ഖനി ഉണ്ട് എന്ന് ഇയാൾ അറിയുന്നു. ഒരു ദരിദ്ര പട്ടണമാണ് അമേരിക്കയിലെ. അങ്ങനെ ഇദ്ദേഹം ദരിദ്രനായ ഒരു കുടുംബത്തിൽ ജീവിച്ച് വളർന്നു വന്നൊരു പയ്യനാണ്. മക്കളുണ്ട്, ഭാര്യയുണ്ട്, പാരൻസ് ഉണ്ട്, കുടുംബക്കാരുണ്ട്. ആ ഗ്രാമം എന്ന് വെച്ചാൽ ഒരാളുടെ പ്രശ്നം എല്ലാവരുടെയും പ്രശ്നമാണ്. ഒരാളുടെ കടബാധ്യത എല്ലാവരുടെയും കടബാധ്യതയാണ്. ഒരാളുടെ മകളുടെ കല്യാണം എല്ലാവരുടെയും കൂടിയിട്ട്, അങ്ങനെ ഒരു സൊസൈറ്റി ആയിട്ട് ജീവിക്കുന്ന ഒരു ജീവിതശൈലിയാണ് ഈ നാട്ടിലേത്. അങ്ങനെ ഈ മനുഷ്യൻ ഈ ഖനിയെപ്പറ്റി അറിയുന്നു. അവർ എന്ത് ചെയ്യുന്നു? ആ നാട്ടിലെ ആളുകളോട് പറയുന്നു, ഞാൻ ആദ്യം ഒന്ന് പോയി അന്വേഷിക്കട്ടെ, ഒന്ന് നോക്കട്ടെ,
നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് രാജാക്കന്മാരെ പോലെ ലൈഫ് മൊത്തം ചേഞ്ചായിട്ട് നമ്മൾ പ്രാരാബ്ദങ്ങളൊക്കെ മാറ്റിയിട്ട് സുഖസുന്ദരമായി ജീവിക്കാം. ഇല്ല എങ്കിൽ നമുക്കൊക്കെ നെവർ തിരിച്ചു ഇതേപോലെ തന്നെ ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അമേരിക്കയിലെ ആ സിറ്റിയിൽ നിന്ന് മറ്റ് സ്വർണ്ണഖനിയുണ്ട് എന്ന് പറയുന്ന ആ ഒരു നാട്ടുമ്പുറത്തെ സിറ്റിയിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കുന്നു. മൺവെട്ടിയും കൊട്ടയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആ ഖനിയുടെ പരിസരത്ത് അദ്ദേഹം കുഴിച്ച് ഏകദേശം അത്യാവശ്യം ആഴമായപ്പോൾ ഒരു ചെറിയൊരു സ്വർണത്തിൻ്റെ അയിര് കിട്ടി. വീണ്ടും ഇദ്ദേഹം അപ്പോൾ കുറച്ച് കിട്ടിയപ്പോൾ ഇയാൾക്ക് ഇൻട്രസ്റ്റായി. കുറച്ചുകൂടി കുഴിച്ച് പോയപ്പോൾ കുറച്ചുകൂടി വലിയൊരു അയിര് കിട്ടി. അദ്ദേഹം അപ്പോൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി വീണ്ടും കുഴിച്ച് നോക്കുമ്പോൾ ഇയാൾക്ക് കയ്യിലുള്ള എക്യുപ്മെൻ്റ് കൊണ്ട് ഉപകരണങ്ങൾ കൊണ്ട് കുഴിച്ചെടുത്ത് അത് ഉപകാരപ്രദമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം മേടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ കിട്ടിയ സ്വർണ്ണ അയിര് കൊണ്ട് സിറ്റിയിലേക്ക് വന്നു. ആ സ്വർണ്ണ അയിര് വിറ്റു കുറച്ച് പണം കിട്ടി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോയി അവിടെയുള്ള ആളുകളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമ്മൾ കേട്ടത് സത്യമാണ്, അവിടെ ഉണ്ട്, പക്ഷേ അത് പുറത്തെടുക്കണമെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉപകരണങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് മേടിക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ ഇല്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ അത് നമുക്ക് മേടിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് കൂടുതൽ സ്വർണം കുഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ നാട്ടിലുള്ള ആളുകളെല്ലാവരും കൂടി അതിനുള്ള സ്വർണവും പണം സമാഹരിച്ചു. ഈ സ്വർണത്തിൻ്റെ അയിര് വിറ്റ പണവും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെന്ത് ചെയ്തു, പട്ടണത്തിൽ പോയി അതിന് വേണ്ട ക്രെയിന്, ഉപകരണങ്ങൾ, മറ്റ് സാധനങ്ങളെല്ലാം മേടിച്ചു. ഇവനും ഇവരുടെ 2 പങ്കാളികളും കൂടിയിട്ട് ഈ സ്വർണ്ണഖനിയിലെത്തി കുഴിച്ചെടുത്ത് കുഴിച്ച് ഒരു ലോഡ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു കൊട്ടയാവാം അല്ലെങ്കിൽ ഒരു ബക്കറ്റ് ആവാം. അങ്ങനത്തെ ഒരു ബക്കറ്റ് സ്വർണം പുറത്തെടുത്തു, വിറ്റു. അങ്ങനെ അവർക്ക് വീണ്ടും താല്പര്യം കൂടി, കാരണം സ്വർണം ഒരു ബക്കറ്റിൽ അത് കിട്ടിയില്ലേ. അങ്ങനെ കുഴിച്ച് ഇവർ ഒരുപാട് ആഴത്തിൽ പോയി. പക്ഷേ വീണ്ടും ചെറിയ കഷ്ണങ്ങൾ മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒരുപാട് താഴ്ചയിലേക്ക് കുഴിച്ച് പോയി. അവസാനം ഇവർ ശ്രമം ഉപേക്ഷിച്ചു. കാരണം സ്വർണത്തിൻ്റെ ഒരു അംശം പോലും കിട്ടാനില്ല. കിട്ടിയ അയിരാണെങ്കിൽ കൊത്തിയപ്പോഴേക്കും മാഞ്ഞു പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഇവർ പരിശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കയ്യിലുള്ള ഉപകരണങ്ങൾ ആക്രിക്കടയിൽ കൊണ്ടുപോയി വിറ്റു. ആ പരിസരത്ത് ഒരുപാട് ആക്രി വിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ആക്രിക്കാരും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളല്ല, കുറച്ച് വിദ്യാഭ്യാസവും കൗശല ബുദ്ധിക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഈ സ്വർണം കുഴിക്കുന്ന ഖനിയിലെ സാധനങ്ങൾ ഇവർ ഈ ആക്രിക്കാരന് കൊണ്ടുപോയി കൊടുത്തു. ഇവർ നാട്ടിലേക്ക് തിരിച്ചുപോയി കിട്ടിയ സ്വർണം കൊണ്ട്. ഈ സ്ക്രാപ്പ് ഡീലർ അല്ലെങ്കിൽ ആക്രി കച്ചവടക്കാരൻ എന്ത് ചെയ്തു, ഒരു എഞ്ചിനീയറെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ എഞ്ചിനീയറെ സമീപിച്ചു. ഇങ്ങനൊരു സംഗതിയുണ്ട്, നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം, കിട്ടിയാൽ നമുക്ക് ബോണസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 2 പേരും കൂടി ഇവർ കുഴിച്ച് നിർത്തിയ സ്ഥലത്ത് നിന്ന് കൃത്യം 3 അടിയോളം കുഴിച്ചപ്പോഴേക്കും സ്വർണത്തിൻ്റെ വലിയ ഒരു ശേഖരമാണ് അവിടെ കാണാൻ സാധിച്ചത്. മനസ്സിലായോ? അപ്പോൾ അവരുടെ പരിശ്രമം, മുൻപ് വന്ന ആളുകളുടെ പരിശ്രമം, അവർ കുറച്ചുകൂടി കുഴിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരുടെ ജീവിതം തന്നെ മാറിയേനെ. അവരുടെ പരിശ്രമം അവർ ആ ഒരു 85-90% ആയപ്പോഴേക്കും ഉപേക്ഷിച്ച് മടുത്ത് നിർത്തി. സാധനങ്ങളെല്ലാം കിട്ടിയ വിലക്ക് വിറ്റു. ആ മേടിച്ച വ്യക്തി ഇവിടെ വന്നുകൊണ്ട് അവർ കുഴിച്ചതിടത്ത് നിന്ന് 3 അടിയോളം താഴ്ചയിലേക്ക് കുഴിച്ചപ്പോഴേക്കും സ്വർണത്തിൻ്റെ വലിയൊരു ശേഖരമാണ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. പിന്നീട് ഈ ആക്രിക്കടക്കാരൻ്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, മുൻപ് കുഴിച്ച ആളുകൾക്ക് നഷ്ടപ്പെട്ട 3 അടിയിൽ കേവലം ഇവർ 3 അടി മാത്രം കുഴിച്ചപ്പോഴേക്കും ഇവർക്ക് സ്വർണത്തിൻ്റെ ഒരു നിധി കൂമ്പാരമാണ് അവർക്കവിടെ ലഭിച്ചത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നമ്മൾ എന്തിലേക്കാണോ നമ്മൾ ആകർഷിക്കുന്നത്, ബിസിനസ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ PSCയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലിയോ എന്തുമാകട്ടെ, സിനിമാ മേഖലയാവട്ടെ, രാഷ്ട്രീയ മേഖലയാവട്ടെ, നമ്മൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ആ ലക്ഷ്യത്തിലെത്തുന്നത് വരെ. ആ ലക്ഷ്യത്തിലെത്തൂല എന്ന് നിനക്കും നിൻ്റെ ചുറ്റുള്ളവർക്കും 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ അതവിടെ അവസാനിപ്പിക്കുക. അല്ലാത്ത പക്ഷം നീ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. 100 വ്യക്തികൾ പട്ടാളക്കാരാവാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ 85 പേര് പാതി വഴിയിൽ ഉപേക്ഷിച്ച് 15 പേര് മാത്രം മിലിറ്ററി ഓഫീസേഴ്സായി വരുന്നു. അതുപോലെ തന്നെ നമുക്കും എന്തു വേണം, അതുപോലെ ആവരുത്. നമ്മൾ 100 പേരും ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ 100 പേരും എന്താവണം, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കൊണ്ട്
തിരിച്ച് അത് നേടിക്കൊണ്ട് നീ തിരിച്ച് മടങ്ങുകയാണ് വേണ്ടത്. അതിൽ നിനക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. ആ നഷ്ടങ്ങളെല്ലാം നിനക്ക് നിൻ്റെ അച്ചീവ്മെൻറ്റ് നേടിക്കഴിഞ്ഞാൽ നിനക്ക് ആ നഷ്ടങ്ങളെല്ലാം നികത്താൻ പറ്റാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് നീ പോകുന്നത് എന്ന് തികച്ച ഉത്തമ ബോധ്യത്തോടു കൂടി നീ അതിനുവേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ ലക്ഷ്യത്തിലെത്താൻ 3 അടി പുറകെ നിന്ന് നമ്മൾ ആരും തിരിച്ചു പോരാതെ ലക്ഷ്യം എത്തുന്നത് വരെ, ലക്ഷ്യത്തിലെത്തി സക്സസ് എന്നുള്ള കൊടി പാറിക്കുന്നത് വരെ നമ്മളിതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ജീവിതം എന്നത് ഒന്നേ ഉള്ളൂ. അത് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അതിനുവേണ്ടി മാത്രം പ്രയത്നിക്കുക. കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.